കാഞ്ഞിരപ്പള്ളിക്കാരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. ആലപ്പുഴ കേന്ദ്രമായുള്ള തെരുവത്ത് കൺസ്ട്രക്ഷൻ കമ്പനി പുതുതായി നിർമ്മാണ കരാർ ഏറ്റെടുത്തു. ഇതിന്റെ ഭാഗമായി സർവേ നടപടികൾ തുടങ്ങി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന യാർഡ് കാഞ്ഞിരപ്പള്ളിയിലാണ്. കോൺക്രീറ്റ് മിശ്രിതങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നതിനുള്ള ലാബ്, ഓഫീസ്, തൊഴിലാളികളുടെ താമസ സ്ഥലം, യന്ത്രങ്ങളും ഉപകരണങ്ങളും സൂക്ഷിക്കാനുള്ള സൗകര്യം എന്നിവ ഇവിടെയുണ്ടാവും. കഴിഞ്ഞ രണ്ടാഴ്ചയായി സർവേ നടപടികൾ നടന്നുവരികയാണ്. കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. 2024 ഫെബ്രുവരി മാസത്തിലാണ് ബൈപ്പാസിന്റെ പണി ആരംഭിച്ചത്. ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കണമെന്ന കരാർ കമ്പനിയായ ഗുജറാത്തിലെ ബാക്ക്ബോൺ കമ്പനി പാലിക്കാതെ വന്നതോടെയാണ് നിർമ്മാണ ജോലികളിൽ നിന്നും അവരെ ഒഴിവാക്കിയത്. 78.69 കോടി രൂപയാണ് ബൈപ്പാസിനായി കിഫ്ബി അനുവദിച്ചത്. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി 24.76 ലക്ഷം രൂപ ചെലവഴിച്ചു. ദേശീയപാതയിൽ കുരിശങ്കൽ ജംഗ്ഷന് സമീപം പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നിന്ന് ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർ പുഴയുടെ മുകളിലൂടെ മേൽപ്പാലം പണിത് കാഞ്ഞിരപ്പള്ളി ടൗൺ ഹാളിന്റെ വശത്തുകൂടി ദേശീയപാതയിൽ പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം എത്തുന്നതാണ് ബൈപ്പാസ്. 1.65 കിലോമീറ്റർ ദൂരമാണ് ബൈപ്പാസിനുള്ളത്. മേൽപ്പാലം പണിയുന്നതിനുള്ള പില്ലറുകളുടെ നിർമ്മാണവും ആരംഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.